പ്രേതം ശരിക്കും ഉണ്ടോ? എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇന്ന് നിങ്ങളുടെ കുറച്ച് ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലേ, അതിലെ EMF ഈ ഒരു മിഷൻ ഡിറ്റക്ട് ചെയ്യില്ലേ എന്നുള്ളത്. ആൻസർ ഇതാണ്. ഫോണ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ EMF പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ അത് വളരെ കുറച്ച് മാത്രമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ EMF മിഷൻ എടുത്തിട്ട് അതിനടുത്ത് ഒരു ഫോൺ വെച്ചപ്പോൾ ആദ്യമൊക്കെ മീഡിയം ലെവൽ വരെ EMF കാണിച്ചു, പിന്നെ അങ്ങോട്ട് ലോ ആവാണ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം, പ്രേതം ശരിക്കും ഉണ്ടോ എന്നുള്ളത്. പലരും പ്രേതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വിശ്വസിക്കുന്നത് പല രീതിയിലാണ്. ചിലർ റിലീജിയസ് ആയിട്ട് കണക്ട് ചെയ്യും, വേറെ ചിലർ പറയും മരിച്ചുപോയവരുടെ ആത്മാവാണ് പ്രേതം എന്നുള്ളത്. എന്നാൽ വേറെ ചിലർ പറയും മരിച്ചുപോയിട്ട് സ്വർഗ്ഗത്തിലും നരകത്തിലും പോവാതെ ഭൂമിയിൽ നിൽക്കുന്നവരാണ് പ്രേതം എന്നുള്ളത്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിലെ പ്രേതം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ കൂടെയുള്ള മെമ്മറീസ്, അതേപോലെ തന്നെ അയാളുടെ ഓർമ്മകൾ, അയാളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ മായാതെ കിടക്കും. നമ്മൾ എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത്, രാത്രി കാലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓർമ്മകൾ നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുവഴി നമുക്ക് അയാളെ പറ്റിയിട്ടുള്ള ചിന്തകൾ കാരണം ഒരു ഹാലോസിനേഷൻ സംഭവിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ അയാളുടെ ഒരു രൂപത്തിനെ ഒരു മിന്നായം പോലെ കണ്ടു എന്നൊക്കെ വരും. അത് ജസ്റ്റ് ഒരു ഇല്യൂഷൻ പോലെ. ഇതാണ് എൻ്റെ കാഴ്ചപ്പാടിലുള്ള പ്രേതം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ശരിക്കും ഉണ്ടോ എന്നുള്ളത്. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. എല്ലാ നെഗറ്റീവ് എനർജിയും പ്രേതം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രേതത്തിന് ശരിക്കും ഒരു രൂപം എന്ന് പറയുന്ന ഒരു സാധനമില്ല. പ്രേതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലാതെ നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലത്തൊക്കെ പ്രേതം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാണ്. പക്ഷേ ഒരാൾ നമ്മളെ തളർത്തുകയാണ് അല്ലെങ്കിൽ ഡിമോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് എനർജിയാണ്. അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജിയാണ്. പിന്നെ ഈ സാധനത്തിന് കളിപ്പാട്ടെന്നും അതേപോലെ തന്നെ ടിവിയുടെ റിമോട്ട് എന്നൊക്കെ പറയുന്നവരുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള കമൻറ്റുകൾക്കുള്ള റിപ്ലൈ നിങ്ങൾ തന്നെ കൊടുത്തോളൂ, എനിക്ക് വയ്യ.